2024 ജനുവരി 29 ഗസ മുനമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണം രൂക്ഷമായി തുടരുന്നു. ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ തേടി അമ്മാവനും കുടുംബത്തിനുമൊപ്പം ഒരു കാറിൽ ഗസയിലെ തെൽ അൽ ഹവായിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങൾ തേടി പുറപ്പെട്ടതായിരുന്നു 5 വയസ്സുകാരി ഹിന്ദ് രജബ്. പെട്ടെന്നാണ് മുന്നിലുള്ള ടാങ്കിൽ നിന്ന് കാറിന് നേരെ തുരുതുരാ ഷെല്ലുകൾ വർഷിച്ചത്. അമ്മാവനും അമ്മായിയും അവരുടെ 2 മക്കളും തൽക്ഷണം മരിച്ചു. ഗുരുതരമായ പരിക്കുകളോടെ ഹിന്ദും അമ്മാവന്റെ 15 വയസ്സുള്ള മകൻ ലയാൻ ഹമദയും ബാക്കിയായി. കുട്ടികൾ നിലവിളിച്ചു കരഞ്ഞു. ഹിന്ദ് അമ്മയുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണത്തിന് ശേഷവും മരണം നേർക്കുനേർ കണ്ടിട്ടും ഹിന്ദ് ആ സംസാരം തുടർന്നു. മുഖത്തും വായിലും നിറയെ ചോരയായിരുന്നു. മറുതലക്കിൽ അമ്മ കേൾക്കെ അവൾ കരച്ചിൽ തുടർന്നു. കുട്ടികളുടെ നിലവിളി കേട്ടാണ് ഫലസ്തീൻ റെഡ് ക്രോസ് സംഘം സ്ഥലത്തെത്തുന്നത്. ഇവരെ ആംബുലൻസിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ ആംബുലൻസിന് നേരെയും ടാങ്കിൽ നിന്ന് ഷെല്ലുകൾ എത്തി. ആക്രമണത്തിൽ റെഡ് ക്രോസ് ജീവനക്കാർ കൊല്ലപ്പെട്ടു. ഹിന്ദ് രജബും സഹോദരൻ ലയാനും മണിക്കൂറുകളോളം രക്തം വാർന്ന് ആംബുലൻസിൽ തന്നെ മരണമടഞ്ഞു. സംഭവം പുറത്തറിഞ്ഞതോടെ അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രതിഷേധമുയർന്നു. ഇസ്രായേലിനെതിരെ സഖ്യരാഷ്ട്രങ്ങൾ തന്നെ സ്വരം കടുപ്പിച്ചു. തിരിച്ചടിയാകുമെന്ന് ആയതോടെ തങ്ങളുടെ സൈനികർ സംഭവ സമയത്ത് പരിസരത്തെ ഉണ്ടായിരുന്നില്ലെന്ന വാദവുമായി ഇസ്രായേൽ കൈകഴുകാൻ നോക്കി. സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ വന്നതോടെ ഇസ്രായേൽ ശരിക്കും വെട്ടിലായി. ലോകമനസാക്ഷിയെ പിടിച്ചുലച്ച ആ 5 വയസ്സുകാരി ഹിന്ദ് രജബിന്റെ രക്തത്തിന് കണക്ക് ചോദിക്കാൻ ഇറങ്ങി പുറപ്പെട്ടൊരു സംഘം ഇപ്പോൾ ഇസ്രായേലിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. സംഘടനയുടെ പേര് ഹിന്ദ് രജബ് ഫൗണ്ടേഷൻ. ഗസയിലെ നരനായാട്ടിൽ ഇസ്രായേലിനെതിരെ യുദ്ധക്കുറ്റം ആയുധമാക്കി അന്താരാഷ്ട്ര കോടതിയിലും വിദേശ രാജ്യങ്ങളിലും നിയമ പോരാട്ടം നടത്തുകയാണിവർ. ഗസയിലെ യുദ്ധത്തിൽ പങ്കാളികളായ സൈനികരെ ഓരോന്നായി കണ്ടെത്തി പിന്തുടരുകയാണ് സംഘം. വിനോദയാത്രയായോ അല്ലാതെയോ ഇസ്രായേൽ വിട്ട് പുറത്തിറങ്ങിയാൽ ഉടനെ ഹിന്ദ് രജബ് ഫൗണ്ടേഷൻ നീക്കം ത്വരിതഗതിയിലാക്കും. സൈനികർ ഏതു രാജ്യത്തെത്തിയാലും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമ നടപടികൾക്ക് തുടക്കമിടും. യുദ്ധത്തിന്റെ പിരിമുറുക്കങ്ങളിൽ നിന്ന് രക്ഷ തേടി അവധിയെടുത്ത് വിദേശ ടൂറുകൾ അടിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിൽ പതിവ് കാഴ്ചയാണ്. എന്നാൽ സൈനികരുടെ വിദേശ ട്രിപ്പുകൾ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. സമാധാനത്തോടെ വിദേശത്ത് ആസ്വദിച്ച് കഴിയാമെന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാനസിക ഉല്ലാസങ്ങളുമായി കറങ്ങി നടക്കാമെന്ന IDF സൈനികരുടെ മോഹങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തുകയാണ് ഹിന്ദ് രജബ് ഫൗണ്ടേഷൻ. 2024 സെപ്റ്റംബറിലാണ് ബെൽജിയം ലെബനീസ് ആക്ടിവിസ്റ്റായ ദയാ ബാബു ജെഹ്റയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു മുന്നേറ്റം ആരംഭിക്കുന്നത്. 4 മാസത്തിനിടെ ഗസ ആക്രമണം ഉയർത്തി ഇസ്രായേലിനെതിരെ നിരവധി രാജ്യങ്ങളിൽ നിയമ നടപടിയുണ്ടായി. ബ്രസീൽ, സ്വീഡൻ, ഇറ്റലി, സൈപ്രസ്, അർജന്റീന, ചിലി, തായ്ലൻഡ്, ശ്രീലങ്ക അങ്ങനെ ഇസ്രായേൽ സൈനികർ പോയിടങ്ങളിലെല്ലാം ഫൗണ്ടേഷൻ അവരെ പിന്തുടർന്നു. ഏറ്റവും ഒടുവിൽ ബ്രസീലിൽ നിന്ന് ഒരു സൈനികന് ഇറങ്ങി ഓടേണ്ടി വന്നു. ഇറ്റലിയിൽ ഒരു ഇസ്രായേൽ സൈനിക വിഭാഗം മേധാവി തന്നെ നിയമ നടപടി നേരിട്ടിരുന്നു. ഹിന്ദ് രജബ് ഫൗണ്ടേഷന്റെ പ്രവർത്തന രീതി വളരെ സിമ്പിളാണ്. ഗസയിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈനികരെ ഓരോന്നായി തിരിച്ചറിയാനുള്ള ശ്രമം നടത്തും. ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കണ്ടെത്തി കൂടുതൽ അന്വേഷണം നടത്തും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ്, ടെലിഗ്രാം എന്നിങ്ങനെ സോഷ്യൽ മീഡിയയിൽ എവിടെയും ഇവർ പങ്കുവച്ചതോ അല്ലാത്തതോ ആയ വീഡിയോകളും ചിത്രങ്ങളും ശേഖരിക്കും. ഈ വിവരങ്ങൾ നിയമവിഭാഗത്തിന് കൈമാറും. അവർ ഓരോരുത്തർക്കുമെതിരെ പ്രത്യേകം കേസുകൾ തയ്യാറാക്കി വെക്കും. തുടർന്ന് സോഷ്യൽ മീഡിയ വഴി തന്നെ സൈനികരുടെ ഓരോ ചലനവും നീക്കവും നിരീക്ഷിക്കും. ആരെങ്കിലും ഇസ്രായേലിൽ നിന്ന് പുറത്തു കടന്നെന്ന സൂചന ലഭിച്ചാൽ ഉടൻ നിയമവിഭാഗം ഉണരും. സൈനികർ ഏതു രാജ്യത്താണോ എത്തുന്നത് അവിടെ യുദ്ധക്കുറ്റ പരാതി സമർപ്പിക്കും. അങ്ങനെയാണ് ഈ മാസം ആദ്യത്തിൽ ബ്രസീലിൽ നിന്ന് ഒരു ഇസ്രായേൽ സൈനികന് അർജന്റീനയിലേക്ക് രക്ഷപ്പെടേണ്ടി വന്നത്. ഗസയിൽ ഒക്ടോബർ 7 ശേഷം നടന്ന ആക്രമണങ്ങളിൽ നേരിട്ട് പങ്കാളിയായ IDF അംഗം യുവാൽ വാഗ്ദാനി ആയിരുന്നു അത്. ഇസ്രായേൽ എംബസിയുടെ സഹായത്തോടെയാണ് ഇയാൾ ബ്രസീലിൽ നിന്ന് പുറത്തു കടന്നത്. ബ്രസീലിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്ന യുവാലിനെതിരെ ഹിന്ദ് രജബ് ഫൗണ്ടേഷൻ യുദ്ധക്കുറ്റം ആരോപിച്ച് പരാതി നൽകുകയായിരുന്നു. പരാതിയിൽ അതിവേഗത്തിൽ നടപടിയും ഉണ്ടായി. ബ്രസീൽ ഫെഡറൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഫെഡറൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അറസ്റ്റും ഉടൻ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നേരിട്ടിടപെട്ട് സൈനികനെ അതിവേഗം പുറത്തെത്തിക്കുന്നത്. ഇതിനുശേഷം സ്വീഡനിലും സമാനമായ സംഭവം ഉണ്ടായി. വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഉപരോധത്തിനും വൈദ്യുതി ജലബന്ധങ്ങൾ വിച്ഛേദിക്കാനും നേതൃത്വം നൽകിയ IDFന് കീഴിലുള്ള കോർഡിനേറ്റർ ഫോർ ഗവൺമെന്റ് ആക്ടിവിറ്റീസ് അഥവാ കൊഗാട്ടിന്റെ തലവൻ മേജർ ജനറൽ ഗസാൻ അലിയാൻ ഇറ്റലിയിൽ നേരിട്ട നിയമ നടപടിയാണ് ഒടുവിലത്തേത്. ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും ഇറ്റാലിയൻ കോടതിയിലും ഹിന്ദ് രജബ് ഫൗണ്ടേഷന്റെ പരാതി എത്തി. യുദ്ധക്കുറ്റത്തിൽ നേരിട്ട് പങ്കാളിയായ ആളാണെന്ന് കുറ്റം നിരത്തപ്പെട്ടു. ഗസാൻ അതീവ രഹസ്യമായി നടത്തിയ റോം സന്ദർശനത്തെക്കുറിച്ച് എങ്ങനെ സംഘം അറിഞ്ഞെന്ന ആശ്ചര്യത്തിലും നടുക്കത്തിലുമാണ് ഇസ്രായേൽ. ഇങ്ങനെ 1000-ഓളം ഇസ്രായേൽ സൈനികരുടെ വിശദമായ വിവരങ്ങൾ ഹിന്ദ് രജബ് ഫൗണ്ടേഷന്റെ പക്കലുണ്ടെന്നാണ് ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഇരട്ട പൗരത്വമുള്ളവരും നിരവധിയാണ്. നിയമ നടപടി ഭയന്ന് പലരും വിദേശത്തെ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ ഭയക്കുകയാണ്.
ഭീഷണിയെ തുടർന്ന് സൈനികരുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിനും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് IDF. 30 ഇസ്രായേൽ സൈനികർക്ക് വിദേശയാത്ര നടത്തരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖങ്ങളിലും മറ്റും ബ്രിഗേഡിയർ റാങ്കിന് താഴെയുള്ള മുഴുവൻ സൈനികരും മുഖം മറയ്ക്കണമെന്ന നിർദ്ദേശവും നൽകിയതായും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു.